കേരളത്തിൽ ശക്തമായ ഭരണവിരുദ്ധ തരംഗമുണ്ടെന്നും ആ ഭരണവിരുദ്ധ വികാരം ഗുണകരമാകാൻ പോകുന്നത് 10 വർഷമായി കേരള രാഷ്ട്രീയത്തിന്റെ പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസിനാണെന്നും മൂന്നാമത്തെ ഓപ്ഷനായി നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് വേഗത്തിൽ സ്ഥാനം പിടിക്കുന്നുണ്ടെന്നും കേരള വോട്ട് വൈബ് പുറത്തുവിട്ട സർവേയിൽ പറയുന്നുണ്ട്. സർവേ പ്രകാരം പങ്കെടുത്ത വോട്ടർമാരിൽ 62% പേരും തങ്ങളുടെ നിലവിലെ MLA-മാരെ മാറ്റാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ അതേസമയം സംസ്ഥാനത്ത് നിലവിലുള്ള സ്ഥിതി നിലനിർത്താൻ ആഗ്രഹിക്കുന്നത് 23% പേർ മാത്രമാണ്. കേരളത്തിലെ ഭരണവിരുദ്ധ വികാരവുമായി ശക്തമായി യോജിക്കുന്നവരും നിരവധിയാണ്. കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ കാത്തിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത വർഷം മെയ് മാസത്തോടെ അവസാനിക്കും. അതിനുശേഷം ആരാകും മുഖ്യമന്ത്രി എന്ന സർവേ സംബന്ധമായ ചോദ്യത്തിന് തിരുവനന്തപുരത്ത് നിന്നുള്ള കോൺഗ്രസ് MP ആയ ശശി തരൂരിനെ UDFന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി 28.3% പേർ പിന്തുണയ്ക്കുന്നുണ്ട്. 4 തവണ ലോക്സഭാ MP ആയ ശശി തരൂരിനെയാണ് UDFന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഏറ്റവും കൂടുതൽ പേർ പരിഗണിക്കുന്നത്. സ്ത്രീ പുരുഷ വ്യത്യാസത്തിൽ നടത്തിയ പഠനത്തിൽ UDFന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി തരൂരിനെ പിന്തുണയ്ക്കുന്നവരുടെ എണ്ണം സ്ത്രീകളെക്കാൾ കൂടുതലാണ്. അതായത് സ്ത്രീകൾ 27%വും പുരുഷന്മാർ 30%വുമാണെന്ന് കണ്ടെത്തുന്നു. 18നും 24നും ഇടയിൽ പ്രായമുള്ളവരെക്കാൾ 55 വയസ്സിനും അതിനു മുകളിലും പ്രായമുള്ളവരുടെ പിന്തുണ വളരെ കൂടുതലാണ്. 18നും 24 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർ 20.3% പിന്തുണയ്ക്കുമ്പോൾ 55 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ 34.2% പേരാണ് പിന്തുണയ്ക്കുന്നത്. ഭരണകക്ഷിയായ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിലവിലെ മുഖ്യമന്ത്രി മുഖമായി നിൽക്കുന്നത് പിണറായി വിജയനാണ്. സർവേ പ്രകാരം പിണറായി വിജയനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി കാണാൻ 17.5% പേർ മാത്രമാണ് വോട്ട് ചെയ്തത്. നേരെ മറിച്ച് LDFന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി കേരളത്തിന്റെ മന്ത്രി KK ശൈലജയെ 24.2% പേർ പിന്തുണയ്ക്കുന്നുണ്ട്. അതായത് നിലവിൽ 10 വർഷമായി മുഖ്യമന്ത്രിയായിരിക്കുന്ന പിണറായി വിജയനേക്കാൾ ജനപിന്തുണ ഏറെ കഴിഞ്ഞ മന്ത്രിസഭയിലെ ആരോഗ്യമന്ത്രിയായിരുന്ന KK ശൈലജയ്ക്കാണെന്ന് സാരം. എന്നിരുന്നാലും രണ്ട് സഖ്യങ്ങളിലും വ്യക്തമായ നേതൃശൂന്യതയുണ്ടെന്നും സർവേ കാണിക്കുന്നുണ്ട്. UDF മുഖ്യമന്ത്രിയായി ആരെയാണ് കാണാൻ ആഗ്രഹിക്കുന്നതെന്ന് UDF പിന്തുണക്കാരിൽ 27.1% പേർക്ക് ഉറപ്പില്ല. ഭരണകക്ഷിയായ LDFന് ഈ കണക്ക് വളരെ ഉയർന്നതാണ്. അതായത് കോൺഗ്രസിനേക്കാൾ ആ കണക്ക് വളരെ ഏറെ. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ആരെയും കാണാൻ കഴിയാത്തവർ 41.5% പേരാണ്. 2016 മുതൽ സംസ്ഥാനത്ത് അധികാരത്തിലുള്ള LDF സഖ്യത്തിലെ ഏറ്റവും വലിയ ഘടകമായ CPIM അടുത്ത വർഷം മാർച്ചിൽ നടക്കുവാൻ പോകുന്ന 2026 തെരഞ്ഞെടുപ്പിൽ LDF സഖ്യത്തിന്റെ മുഖമായി പിണറായി വിജയനെയാണ് ശക്തമായി പിന്തുണയ്ക്കുന്നത്. മറുവശത്ത് സർവേ ഉയർത്തിക്കാട്ടുന്നത് കോൺഗ്രസിലെ ഹൈക്കമാൻഡിന്റെ എതിർപ്പും താക്കീതും നേരിട്ടിട്ടുള്ള മുഖമായ ശശി തരൂരിന്റെ പേരാണ്. ഓപ്പറേഷൻ സിന്ദൂറിനിടെ BJP നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരുമായുള്ള അദ്ദേഹത്തിന്റെ സമീപകാല ഇടപെടൽ, പാകിസ്ഥാൻ പിന്തുണയുള്ള ഭീകരത, സിന്ധു നദീജല കരാർ, സൈനിക ആക്രമണം എന്നിവയുമായി ബന്ധപ്പെട്ട ഇന്ത്യയുടെ നിലപാട് അദ്ദേഹം ഏറ്റവും നന്നായി വ്യക്തമാക്കിയത് കോൺഗ്രസ് നേതൃത്വത്തിന് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. എന്നിരുന്നാലും 2026 തെരഞ്ഞെടുപ്പിൽ ഒരു വിഭാഗം UDF പ്രവർത്തകർക്ക് തരൂർ ഏറ്റവും നല്ല സാധ്യതയാണെന്ന് വിശ്വസിക്കുന്നവരാണ്. സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ സഖ്യത്തിന് തുടർച്ചയായി 2 പരാജയങ്ങൾ നേരിടേണ്ടി വന്നു. മാറി മാറി വരുന്ന സർക്കാരുകളെ തെരഞ്ഞെടുക്കുന്നതിൽ കേരളത്തിന്റെ ചരിത്രത്തിൽ നിന്ന് വ്യത്യസ്തമായ ഭരണ തുടർച്ച കേരളത്തിലുണ്ടായി. 2016 കേരള തെരഞ്ഞെടുപ്പിൽ CPIM നയിക്കുന്ന LDF വൻ വിജയം നേടി. സംസ്ഥാന നിയമസഭയിലെ 140 സീറ്റുകളിൽ 91 എണ്ണം നേടി. മറുവശത്ത് UDF 47 സീറ്റുകളായി ചുരുങ്ങി. NDAയും സ്വതന്ത്രനായ PC ജോർജും ഓരോ സീറ്റ് വീതം നേടി. 2021 നടന്ന അവസാന തെരഞ്ഞെടുപ്പിൽ നിലവിലുള്ള LDF അവരുടെ എണ്ണം 99ആയി ഉയർത്തി. 1977 ശേഷം സംസ്ഥാനത്ത് ഒരു സഖ്യം തുടർച്ചയായി വിജയിക്കുന്നത് ഇതാദ്യമായാണ്. വോട്ട് വിഹിതത്തിൽ വർധനവുണ്ടായിട്ടും കോൺഗ്രസ് നയിക്കുന്ന UDFന്റെ എണ്ണം 41ആയി കുറഞ്ഞു. കേരളത്തിന്റെ മുഖ്യമന്ത്രി മുഖമായി ശശി തരൂരിനെ കൊണ്ടുവരണം എന്ന സർവേ റിപ്പോർട്ട് നിലവിൽ തരൂരിന്റെ ഒറ്റയാൾ പോരാട്ടത്തിന്റെ ബലം വർദ്ധിപ്പിക്കുകയാണ്. അത് ഓർമ്മപ്പെടുത്താനോ എന്തോ തരൂർ അദ്ദേഹത്തിന്റെ Xൽ ഈ സർവേ റിപ്പോർട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്.